ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വന്ന ഈ ഒരു പലഹാരം നിങ്ങൾക്ക് നോമ്പ് തുറക്കാനോ ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടാണ്, എളുപ്പം തയ്യാറാക്കാവുന്നതും കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് പുഴുങ്ങിയെടുത്ത ഉരുളൻകിഴങ്ങാണ് കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ തന്നെ അങ്ങോട്ട് ഉടച്ചെടുക്കുക. ഞാനിവിടെ ഒരു വലിയ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി എടുക്കുക. ഒന്നില്ലെങ്കിൽ ചോപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലാക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചത് അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ചധികം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ എല്ലാതും കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ക്യാപ്സിക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ തണ്ടൊന്ന് എടുത്ത് മാറ്റുക. അതിൻ്റെ ഉള്ളിലുള്ള കുരു ഒന്ന് എടുത്ത് മാറ്റണം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ക്യാപ്സിക്കം വെച്ചിട്ട് ഒരു പ്ലേറ്റ് നിറയെ സ്നാക്ക് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലായിട്ടും ക്യാപ്സിക്കം എടുക്കാവുന്നതാണ്. ഈ ഒരു കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് കനവും വേണ്ട, എന്നാൽ ഒരുപാട് തിന്നും ആവരുത്. ആ രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് കയ്യിലേക്ക് ലേശം ഒന്ന് എണ്ണ തടവി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ കൈകൊണ്ട് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അതങ്ങോട്ട് നിന്നോളും. ഇതുപോലെ അങ്ങോട്ട് സെറ്റാക്കിയിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഒരുപാട് കനത്തിലരിയാതെ കുറച്ച് തിന്നായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനും സുഖമായിരിക്കും കേട്ടോ. പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തും കിട്ടും. അപ്പോൾ എല്ലാതും ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കോൺഫ്ലവർ പൊടി. ഇനി നിങ്ങളുടെ കയ്യിൽ അതില്ലാന്നുണ്ടെങ്കിൽ മൈദപ്പൊടി എടുക്കാം. ഓരോ പീസും ഇതുപോലെ കോൺഫ്ലവർ പൊടിയിൽ നല്ലപോലെ അങ്ങോട്ട് കോട്ട് ചെയ്തെടുക്കാം. മൈദപ്പൊടിയാണെങ്കിൽ അതിലങ്ങോട്ട് കോട്ട് ചെയ്തെടുക്കുക. ഈ ഒരു രീതിക്ക് വേണം ആക്കിയെടുക്കാനായിട്ട്. അങ്ങനെ ഓരോന്നും ആ ഫില്ലിങ്സ് പോവാത്ത രീതിയിൽ വേണം കേട്ടോ ആക്കിയെടുക്കാനായിട്ട്. അത് പോവില്ല, അതിലങ്ങോട്ട് നിന്നോളും. എന്നാലും കുറച്ച് സൂക്ഷിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാതും ഇതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ അങ്ങോട്ട് കടലമാവും അരിപ്പൊടി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല തിക്കായിട്ട് തന്നെ അങ്ങോട്ട് കലക്കിയെടുക്കുക. കട്ടകളും തരികളും ഒന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ഒരുപാട് ലൂസാവരുത്, എന്നാൽ ഒരുപാട് കട്ടിയാവരുത്. നമ്മൾ മുട്ട ബജ്ജിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിക്ക് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിൽ വേണം മാവാക്കിയെടുക്കാനായിട്ട്. ഇനി നമ്മൾ ഓരോന്നും കോൺഫ്ലവർ പൊടി കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഈ ഒരു മാവിൽ ആദ്യം മുക്കിയെടുക്കാം. എന്നിട്ട് നേരെ ചൂടായ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടാവാൻ വേണ്ടി വെക്കുക. ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഓരോന്നും എടുത്ത് ഇട്ട് കൊടുക്കാം. കൈ വെച്ചിട്ട് വേണമെങ്കിൽ കൈ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു സ്പൂണിലാണെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ആ മാവിലൊന്ന് മുക്കി ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റാം. അടിപൊളി ടേസ്റ്റാണ്, വെറൈറ്റി ഐറ്റം കൂടിയാണ്. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോഴോ നോമ്പ് ഉറപ്പിക്കുന്ന സമയത്തോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ. ചൂട് ചായൻ്റെ കൂടെ കഴിക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇത് നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. ഉരുളൻകിഴങ്ങും ക്യാപ്സിക്കും കൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.